तो इस 20 गिर गई। हेलो एवरीवन, वेलकम टू रिएक्शन स्टूडियो। आई एम सुखदेव। हाय महादेव। तो दोस्तों, आज हम देखने वाले हैं नीरम फिल्म को, जो कि 1999 में रिलीज़ हुई थी। इस फिल्म में लीड रोल में हैं कुंचको बोबन, शालिनी एंड जोमोल। और दोस्तों, इस फिल्म को डायरेक्ट किया है कमल ने और इस फिल्म को लिखा है इकबाल कुट्टीपुरम ने। तो बिना किसी देरी के हम इस फिल्म को देखते हैं, लेकिन देखने से पहले आपको याद दिला दूं, अगर आपने अभी तक हमारा चैनल सब्सक्राइब नहीं किया है तो प्लीज़ सब्सक्राइब कीजिए, और अगर आपको ये वीडियो पसंद आता है तो इसे लाइक ज़रूर कीजिए। सो विदाउट एनी डिले लेट्स वॉच नीरम। Let's watch. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ ഈ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ ധന്യമാക്കാൻ ഇവിടെ എത്തിച്ചേർന്ന Inauguration ceremony हो रही है, सेलेक्ट किए जाएंगे। വേദിയിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചിരിക്കുന്നത് ഈ 15 ദമ്പതികളിൽ നിന്ന് ഒരു കപ്പിളിനെ നറുക്കെടുപ്പിലൂടെ जो തെരഞ്ഞെടുക്കുന്നു. भी है। ഞങ്ങൾ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു മിസ് ദിവ്യ ഉണ്ണി. सेलेक्ट हुई क्या? ना ये इसको बुलाया जा रहा है। ये लकी ड्रॉ देगी उन्हें। മെയ്ഡ് ഫോർ ഈച്ച് അതർ ഭാഗ്യ ദമ്പതികൾ ആരാണെന്ന് നോക്കാം അല്ലേ? अच्छा, अनाउंसमेंट बोर्ड है। മിസ്റ്റർ എബി സക്കറിയ ആൻഡ് മിസ്സസ് സോന എബി സക്കറിയ. शुक्रिया, सोना जी, शुक्रिया। വിഷ് യു ഹാപ്പി മാരേജ്. शादी हो गई इनकी। सारे कपल है ना, उन सबकी शादियाँ हो रखी ना। ये भी हो सकता है। मतलब लास्ट वाला सीन दिखा रहे हैं। ഭാഗ്യ ദമ്പതികൾക്ക് ഞങ്ങളുടേതായ ഒരു ഹംബിൾ പ്രസന്റ്. ഞങ്ങൾ പരസ്യം ചെയ്തിരുന്നതുപോലെ 10 പൗണ്ട് ഒരു നെക്ലസ് നൽകുവാൻ ओ नेकलेस दे रही है ये उन्हें। है നിനക്ക് തോന്നിയല്ലടാ? എനിക്കും തോന്നി. ഇനിയിപ്പോ മൂപ്പിലാന് തോന്നിയാ തന്നെ സംഗതി അടിപൊളി. വെരി സോറി. എന്തായാലും ഭാഗ്യം എപ്പോഴും ഇവന്റെയും സോനയുടെയും കൂടെയാ. ये सर नाटक कर रहे थे ना। പറഞ്ഞപോലെ എവിടാ ഇത് കഴിച്ചു മാറ്റിയൊന്ന് ഫ്രീ ആണ്ടേ? എങ്ങനെ ഇതൊക്കെ ഇട്ടിട്ട് കോളേജിലേക്ക് പോവാ? നേരെ അങ്കിൾസിലേക്ക് വിടാം. അവിടെ നീ ഭാഗ്യദോഷികൾക്ക് ഒരു പവന് മിനിമം 2500 വെച്ച് 25,000. മുഴുവൻ വേണ്ട, 5-1. നിങ്ങൾ താജിലെത്തി മെനു കാർഡ് നോക്കി सब दोस्त मिले हुए हैं आपस में। അവന്റെ കോപ്പർ ഔട്ട് ആയി തന്നെ. തർക്കം വേണ്ട. തൽക്കാലം സമ്മാനം കിട്ടിയത് പണയം വെച്ച് വെറുതെ എച്ചിത്തരം കാണിക്കണ്ട. അതുപോലെ കല്യാണത്തിന് നമ്മൾ കൊടുക്കുന്ന സ്ത്രീധനം आपस में बांटने के लिए कह रहे हैं ना। किसी को पता नहीं चला है वहाँ है। എന്നത് നമുക്ക് നമ്മുടെ പഴയ അങ്കിൾസ് മതി. ഒരു നല്ല കാലം വന്നു വെച്ച് നമുക്ക് നമ്മുടെ അങ്കിൾസിനെ മറക്കാൻ പറ്റുമോ? വിഷയ ആ എങ്കിൽ വിട്ടോ, വാ हो വാ, വാ. सकता है। झूठ क्यों बोलेंगे इतनी बड़ी सेरेमनी में ना। നീ ആ ടെലിഫോൺ ഡയറക്ടറി ഒന്ന് എടുത്തേ. യെസ് ജേക്കബ്, ഹലോ, മറന്നുപോയി. ഐ എം വെരി സോറി. ഏയ് शोरूम സാരില്ല. की ओपनिंग थी ना, പക്ഷേ തന്നെ മോള് വന്നിരുന്നു. इसलिए रखा था उसमें फंक्शन। ഓനെയോ? പരിചയപ്പെടുത്തിൻ്റെ ഒരു ഓർമ്മ കറക്റ്റായി. ഒരാള് ഒരിക്കൽ കണ്ടാൽ ഞാൻ കൃത്യമായി ഓർത്തു വെക്കും. പക്ഷേ अच्छा, इसकी बेटी थी वो क्या? ഈ മോളുടെ കല്യാണം നടത്തിയിട്ട് ഞങ്ങളാരും ക്ഷണിച്ചില്ല ജോബേ. ജിന എന്തൊക്കെയാ പറയുന്നത്? മോളുടെ കല്യാണം കഴിഞ്ഞു. ഏതാ ജോബേ ആ പയ്യൻ? അത് വേറെ ആരാവില്ല. എബി, നമ്മുടെ ഡോക്ടർ സണ്ണിയുടെ മോൻ. ड्रामा के लिए लिए तो इन्हें वो कपड़े। ഞാൻ വിളിക്കാം. कितनी चालाक है उसकी बेटी। ऐसे ड्रामा कर रहे थे वैसे। सोचना अपनी वाइफ को बता दिया। അവൾക്ക് കുറുമ്പ് കൂടുന്നുണ്ട്. ആ ബേബി ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചോളാം. നേരോ? ആര് പറഞ്ഞു? अच्छा, हर जगह वो बात फैल गई। വൺ സെക്കൻഡ്. ദേ സണിച്ചേം വന്നു. ഞാൻ കൊടുക്ക, നീ തന്നെ പറഞ്ഞേക്ക്. अच्छा, इनका बेटा है वो। हाँ, മണിക്ക് വിവാഹിതരായി. വിശ്വാസം വരുന്നില്ലെങ്കിൽ ചോദിച്ചു നോക്ക്. അമ്മായ ഒന്ന് വിളിക്ക്. 2 എണ്ണം ടൗണിൽ എവിടെയെങ്കിലും ചുറ്റിക്കറങ്ങണുണ്ടാവും. ഇപ്പൊ തന്നെ പോക്കാൻ പറ. पहले मुझे लगा ये शायद लास्ट का सीन दिखा रहे होंगे पहले। പൊക്കിയാലേ രണ്ടിനെയും സിറ്റിയിൽ നിന്ന് ചുട്ട് പോകത്തോണ്ട് അധികം മെനക്കെടേണ്ടി വന്നില്ല. സാർ ഇരിക്കാൻ സമയമില്ല. നാകെ തിരക്കൊടിച്ച ദിവസാ അല്ലയാ. अब रुपए वापस देने पड़ेंगे ना, मतलब नेकलेस। ഞങ്ങളൊന്ന് കാണട്ടെ.
എന്താണ് വധുവരന്മാരുടെ മുഖത്തൊരു ചമ്മല്? തന്റെ മോളാണെന്ന് അറിഞ്ഞപ്പോ എനിക്ക് സന്തോഷം ഉണ്ടായത്. എന്നാലത് ശരിയല്ലല്ലോ, ഇതൊരു തരം ചീറ്റിംഗ് അല്ലേ? ചീറ്റിങ്ങോ? നടന്നല്ലോ. ഞങ്ങൾ ഇത് ആർക്കായാലും കൊടുക്കണം, പരസ്യപ്പെടുത്തതല്ലേ. എന്ന് വെച്ച് അത് ഡിസർവ് ചെയ്യുന്നവർക്കല്ലേ കൊടുക്കേണ്ടത്. ദിനാ, അപ്പൊ പിന്നെ ഇവര് പറയട്ടെ എന്താ വേണ്ടെന്ന്. ഇതിന്റെ പേരിൽ ഫ്രണ്ട്സ് അടിച്ചു പൊളിച്ചതിന് നല്ലൊരു എമൗണ്ട് വേസ്റ്റ്. ഒന്നാം ക്ലാസ് മുതൽ ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചവർ, തൊട്ടടുത്ത വീട്ടിൽ താമസം, ഒരാഴ്ചയുടെ വ്യത്യാസത്തിൽ കല്യാണം, അതിലൊക്കെ തമാശ. ഇപ്പൊ പഠിക്കുന്നത് ഒരുമിച്ച്. ഇവൻ ഒന്ന് തുമ്മിയാൽ ഇവളും തുമ്മും. ദേ ഇപ്പൊ ഡ്രസ് അത് शायद बच्चों से साथ में रहते हैं दोनों दोस्त. മതി. ഇതും അതങ്ങോട്ട് എടുത്തു വയ്ക്കും. എന്നാലും എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഞാൻ ഇവർക്ക് രണ്ടുപേർക്കും കൊടുക്കണ്ടേ? ഇന്നത്തെ ഞങ്ങള് VIP-കളല്ലേ ഇവര്. രാമകൃഷ്ണനോട് ചോദിച്ച് ലിബ്രാക്കാർക്ക് ചേർന്ന് ബെർത്ത് സ്റ്റോൺ വെച്ച 2 റിങ്ങുകൾ കൊണ്ടുവരൂ. दो अंगूठी तेरे उन्हें कितना सही आदमी हो है. उनका दोस्त है ना, मतलब ऐसा रिलेशन नहीं है, इस लड़की के पापा का दोस्त है ना. कुछ समझ दो. ഞാനോടൊന്നോ इन दोनों की खबर आमने सामने है. ഡീസന്റ് ആവാൻ പോവല്ലേ? അതെ. कैसे ഇന്നലെ करे പപ്പ बात. ഇനി മായാമിയും ബേബാൻഡിയും ഓരോ കപ്പ് ചൂടുള്ള ചായയുമായി इन दोनों से രംഗപ്രവേശം बात कर रहे ചെയ്യട്ടെ. हैं. कैसे करते हैं दोनों बात. വെരി ഗുഡ്. ഞാനിതാ ബ്രഷ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു. നീ ഏത് പേസ്റ്റ് ഉപയോഗിച്ചു? തണ്ണിച്ചാനും ജോബിച്ചാനും ജോഗിങ്ങിന് ഇറങ്ങി കഴിഞ്ഞു. നമുക്ക് വേഗം ഇരുന്ന് പഠിക്കട്ടെ. പിന്നെ ഞാൻ കെമിസ്ട്രി നോട്ട് എടുത്തു കഴിഞ്ഞു. ഇന്ന് നിങ്ങൾ രണ്ടുപേരും 10 മിനിറ്റ്സ് ഏർലിയർ ആണല്ലോ. സാധാരണ നമ്മൾ ജഡ്ജസ് അവന്യൂല്ലേ മീറ്റ് ചെയ്യാറ്. അല്ലല്ല, കിടക്കുന്ന എണീക്കാതെ മൂടിപ്പോച്ച് കിടന്നോണ്ടായിരുന്നു ഈ പ്രസംഗമൊക്കെ അല്ലേ? അവനൊന്ന് പറ്റിക്കാനല്ലേ മമ്മി. അവനും ഇപ്പൊ ഇതുപോലെ हाँ बेटा. നീ എന്ത് പണിയാ കാണിച്ചത്? ആ എന്തു പറ്റി? നീ കള്ളം ഭയങ്കര മടിച്ചായിട്ടുണ്ട്. ഒരു അബദ്ധം ഏത് പോലീസുകാരനും പറ്റും. കരിങ്കോലി. है उधर भी वो लड़की पढ़ रही है. ये लड़की है ये उसको देख रहा है. സീരിയസ് अच्छा इसलिए बैठा ഇപ്പോഴല്ലേ हुआ കാര്യം है, പിടികിട്ടിയത്. इसलिए बैठा हुआ है. കാലത്ത് എഴുന്നേറ്റ് പഠിക്കുമ്പോ ഇങ്ങനെ ചില ഗുണങ്ങൾ ഉണ്ടാവുമെന്ന് മനസ്സിലായില്ലേ? തന്റെ മോളെ ലൈൻ അടിക്കൂ. अरे फिर ये उसको उस बर्तन में चले गई. ये शायद बुकू से लड़की के घर. अरे फाड़ दिया, पेज फाड़ दिया. वो मछली देने लग गई. ഇന്ന് ഇഡ്ഡലിയാ? നിനക്ക് ഇഷ്ടാണല്ലോ ഇഡ്ലി. ഇഷ്ടാണെന്ന് വെച്ച് എന്ന് ഇത് തന്നെ ഉണ്ടാക്കിയാലോ? അതിന് ഇന്നലെ അപ്പമായിരുന്നില്ലേ? എന്ന് വെച്ച് ഇന്ന് ഇഡ്ഡലി കഴിക്കണമെന്നുണ്ടോ? എനിക്ക് ഇഡ്ഡലി കഴിക്കാൻ മൂടില്ല. എങ്കിൽ അത് പറഞ്ഞാ പോരെ. എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാൾ ഇവിടെ ഉണ്ട് അല്ലേ അച്ചായ? ഈ ത്യാഗത്തിനൊക്കെ എന്റെ പപ്പയ്ക്ക് സ്വർഗ്ഗം. പുട്ടിന്റെ മീൻകറിയുടെ മണം അങ്ങോട്ട് അടിച്ചിട്ട് എനിക്ക് സഹിക്കാൻ മേല. അവിടെ ആണെങ്കിൽ എനിക്ക് അറിയൂ. ഇഡ്ഡലി, പാടകെട്ടിയ പാല്, കാളക്കണ്ണൻ. കാളക്കണ്ണനോ? वो इडली बनी हुई थी ना घर पे उसके. അണ്ണാനെ പോലെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് സണ്ടിച്ചായ നമ്മുടെ പുന്നാരമോൻ കൈവിട്ടു പോയോ എന്നൊരു സംശയം. അതെന്നെ റോഡിലേക്ക് ഒരു ബാൽക്കണി ആവശ്യമുണ്ടോ സഞ്ചായ? स्कैट कर दिया. നമുക്കതൊന്ന് അടച്ചു കെട്ടിയാലോ? ഇവൾ എന്തൊക്കെയായി പറയുന്നത്? ഒരു കാര്യമില്ലാതെ സോന മോള് പറ, മോളെ പറ. അല്ലെങ്കിൽ വേണ്ട, ഇപ്പൊ പറഞ്ഞാൽ ശരിയാവില്ല. ഏതുവരെ പോകുന്നത് നമുക്ക് നോക്കാം. എന്നിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. മോനെ ഇത്ര കളർ സെൻസ് ഇല്ലാതെ പോയല്ലോ. അതെ, പെട്ടെന്ന് ഇതൊക്കെ ഉരുട്ടി വിഴുങ്ങി കേട്ടിട്ട് വേറെ മനുഷ്യന്മാരുടെ എന്തെങ്കിലും ഡ്രസ് ഇട്ടോണ്ട് വാ. ഓയ്, ഈ ഡ്രസ് ഇട്ടിട്ട് എന്റെ കോട്ട് ഇട്ട് കൊടുത്ത പോലെ ഉണ്ട്. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് ഇഷ്ടമല്ലാത്ത ഡ്രസ് ഇട്ടോണ്ട് നീ എന്തിനാ എന്റെ കൂടെ വരുന്നത്? അന്ന് വാങ്ങുമ്പോ നീ തന്നെ ഇത് സെലക്ട്. ശരി ശരി ശരി, നമുക്കൊരു കോംപ്രമൈസിലെത്താം. ഇതിലൊന്നും തൊട്ടെ. തൊട്ടു. നീ അല്ലടാ മോളെ. उन्हें चूज करने के लिए बोल रहा हूँ. പപ്പ പോയോ? ബൈ. ഇത് എന്നതാ ഇത്? ഇതിനിടയിൽ പിന്നെയും ഉടുപ്പ് മാറിയോ? पुरानी स्कूटी. उस हिसाब से बाइक सही थी पहले नहीं. उस टाइम तो എന്താ? स्टार्टिंग की हुई थी. ഹോട്ടൽ വെയിറ്റർമാരുടെ അപ്പ ഡൽഹിയിൽ നിന്ന് വാങ്ങിച്ചോണ്ട് തന്നാ ഇത്. അയ്യോ, അത് മമ്മി നിനക്കാണോ തന്നത്? ആ അതേ പീതാംബരനെ കൊടുത്തേക്കെന്ന് പറഞ്ഞ് പപ്പ മമ്മിയുടെ കൈ കൊടുക്കും.
ഇത്രയ്ക്ക് ഡ്രസ് സെൻസ് ഇല്ലാതായി പോലെ നിങ്ങളുടെ മോന് കണ്ടില്ലേ ഒരു ഷർട്ട് ഇട്ടോണ്ട് എന്റെ കൂടെ വരുന്നത്. ഓഹോ എടാ മാനെ ഇവള് പറ ഒരു മാർഗമില്ല അല്ലേ? അതെ അതെ എയർ പിടിക്കാതെ കീഴടങ്ങും മാഷേ. ഡ്രസ് മാറ്റിട്ട് വാ, ഞാൻ വെയിറ്റ് इसने ड्रेस चेंज की, ചെയ്യാം. मतलब उसने ड्रेस चेंज करवाई ना इसकी, अब ये भी ड्रेस चेंज करवा रही है उसकी. വേഗം ചെല്ല് മാഷേ. हाँ ये कॉलेज कर दी उसने अपनी टी शर्ट चेंज ना. മേരി ആവാസ് സുനോയിൽ 1ാം സ്ഥാനം കിട്ടിയ പ്രകാശ് മാത്യുവിന് സ്വീകരണം. എപ്പോഴാ സംഭവം? ഇന്ന് ഉച്ചക്ക് കോളേജിൽ വന്ന് പഴയ കത്തി പാട്ട് വല്ലതും പാടിയ ഞാൻ കൂവും ഷുവറാ. വെരി സോറി, ഞാൻ ആദ്യം കൂവും. നിങ്ങൾ ഈ കോളേജിൽ अच्छा सिंगर आने वाला है वो ना. അതായത് അവനൊരു ഗായകനാണെന്ന് ഞങ്ങൾ അറിയുന്നത് തന്നെ ആദ്യം ടിവിയിൽ കാണുമ്പോഴാണ്. അപ്പൊ ഈ കോളേജിലെ പരിപാടികളിലൊന്നും പ്രകാശ് മാത്യു പാർട്ടിസിപ്പേറ്റ് ചെയ്യാറില്ലേ? ഇത് ഇനിയിപ്പോ അവൻ ഞങ്ങൾക്ക് ഇൻസ്പിറേഷൻ ആവും. എക്സ്ക്യൂസ് മീ, നമുക്ക് ഇന്റർവ്യൂ പിന്നെ चीनी ड्रेस को देनी ड्रेस को माई गया. ഈശ്വര, ഇത് കൃത്യസമയത്ത് വേൾഡ് ബാങ്ക് വരുന്നുണ്ട്. ഞാൻ ഒരു ഇന്ത്യൻ പൗരനായ ഞാൻ ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചല്ലേ പറ്റൂ. അതുകൊണ്ടാണല്ലോ നമ്മൾക്ക് വളരെ റിയലിസ്റ്റിക് ആയ ഒരു പേര്. ये कौन होगी? टीचर होगी ना. स्टूडेंट तो स्टूडेंट ही है. गिर गई हो. और जानबूझ कर तो नहीं किया कहीं? जानबूझ नहीं हुआ. उसने देखा नहीं Sorry. नीचे. ഐ എം റിയലി സോറി. താൻ തടഞ്ഞു വേണ്ടതിന് ഞങ്ങളോട് എന്തിനാ സോറി പറയുന്നത്? എന്താ ബർത്ത്ഡേയാ. अच्छा बर्थडे है इसका, चॉकलेट ला रखी थी वो बहुत सारी. താങ്ക്സ്. ദാ 86 now. എന്റെ അമ്മോ. എടാ ബിജു, നീ പറഞ്ഞ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ തിരിച്ചെടുത്തോ? इसकी दादी का बर्थडे इसलिए दे रही ना. दादी का. हाँ ग्रैंड मदर बोलती रही हो. ഇതിലേക്ക് താഴെ ജീവിക്കുന്ന ആ, ഒരു നിഷ. പാവപ്പെട്ട കുടുംബത്തിലെ നിർധനനായ കോളേജ് വിദ്യാർത്ഥിക്ക് തന്റെ സവാടികളെ എപ്പോഴും മോഹങ്ങളുണ്ടാവില്ലേ? Thank you. അതൊരു തെറ്റാണ്. लड़की പോക്കറ്റിലുണ്ടായിരുന്നെങ്കിൽ को അയാളുടെ മുഖത്തേക്ക് impress करने വലിച്ചെറിഞ്ഞു को കൊടുക്കാമായിരുന്നു. ഞാൻ തന്നല്ലോ. അത് അയാളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തില്ലേ? അത് ജ്യൂസയുടെ ഇല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. 100 രൂപയില്ലേ തരാം. എല്ലാം കൂടി മറക്കാതെ അടുത്ത रुपए दे रही है उसे. कुछ काम किया वो उसने. താങ്ക് യു. ഒരുപാടുമായിട്ട് അലച്ചതാണ് മോനെ. ഏയ് വർഷ, എനിക്ക് മാത്രം സ്വീറ്റ്സ്. मिल गई चॉकलेट. ഇതിപ്പോ ആദ്യമല്ലല്ലോ ഇങ്ങനെ നിനക്ക് സ്വീറ്റ്സ് തരാൻ മറക്കുന്നതും. പിന്നെ പ്രത്യേക उसको उसने बड़ी चॉकलेट दी. ഉണ്ട് മോനെ. और उधर क्या दी उसने? टॉफी दी ഞാൻ है. പോരാ. Catch. छोटी छोटी चॉकलेट दी सर. വർഷ फिर गिर गई थी. ചിലും ഞങ്ങൾക്കൊക്കെ ഞെടുങ്ങ മുട്ടായും. അതിപ്പോ അറിയാതെ സോറി. ബാക്കി പോകുന്നത് എന്റെ കയ്യിൽ വന്നത് മതി, ഞാനും കൊടുത്തു. candies. അത്ര അപ്പോഴും അങ്ങനെയായിരുന്നോ? അയ്യോ ഐ എം സോറി. അതെ, ഞങ്ങൾക്കൊക്കെ ചോക്ലേറ്റ് തരുമ്പോ അവന് പ്രേമമാണ് പരിപാടിയെങ്കിൽ ഇടിച്ച് ഞാൻ സൂപ്പാക്കും. മനസ്സിലായോ? गला पकड़ दिया. उसको उसको प्यार करती है शायद ये उससे ना. शायद हो सकता है. शायद इसीलिए उसने उसे चॉकलेट दी. उसने उसके लिए अलग से ला रखी थी ना. इसी ले गया चॉकलेट. ഡാ, അവളൊരു പാവല്ലടാ. നിനക്കതിനെ പ്രേമിച്ചൂടെ? फिर गिर गई, फिर से गिर गई. कैंडीज के फिर से. पता नहीं क्या हो गया, उसे गिरने पे लगी है. सॉरी कितना बोलती है वो. പ്രിയമുള്ള വിദ്യാർത്ഥികൾ, सॉरी 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 सॉरी. ഇന്ത്യയിലെ തന്നെ യുവ ഗായകന്മാർക്ക് കിട്ടുന്നതിലൂടെ പ്രകാശ് മാത്യുവിന്റെ ഗാനം നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. ലക്ഷക്കണക്കിന് സംഗീത പ്രേമികളുടെ പ്രകാശ് മാത്യുവിന് നൽകുവാൻ കോളേജ് യൂണിയൻ ചെയർമാൻ വിദ്യാധരനെ ഞാൻ ക്ഷണിക്കുന്നു. अवार्ड दे रहे हैं प्रकाश मैथ्यू. നമ്മുടെ കോളേജിന്റെ അഭിമാനമായ പ്രകാശ് മാത്യു ഇനിയും എത്രയോ ബഹുമതികൾ ഇതുപോലെ നേടിക്കൊണ്ടുവരുമെന്ന ഉറപ്പ് എനിക്കുണ്ട്. गाना गाने के लिए रिक्वेस्ट कर रहे हैं. वो कैसे पकड़ रहे हैं ना सर. डिस्टर्ब कर रहे हो. नहीं करेंगे, ऐसा नहीं करना चाहिए ना. मजाक उड़ा रहे हैं अंदर उसका. നൽകി ഗാനം മൂളാൻ ഈണം നൽകി ഈണം തേടും ഈറത്തണ്ടിൽ കാറ്റിൻ കൈകൾ താളം തട്ടി താളക്കൊമ്പത്തൂഞ്ഞാല हम करने लगे सब डांस. കൂടെ ആടും ചോലമയിലേ പ്രായം നമ്മിൽ മോഹം നൽകി
പ്രകാശിന്റെ മേരിയാവ സിനിമയ്ക്കും ഇന്നത്തെ അപ്പഴേ സാറേ കള്ളും കുടിച്ചോണ്ട് ഇവിടെ ഇരുന്ന് നേരം വൈകിയ ഞാൻ അങ്ങ് പോകും. അയ്യോ ഇത് കള്ളല്ല മാഡം. ദിസ് ഈസ് अच्छा बियर पी रहे हैं. ഹായ് സോന. ഹായ്. സോന മാത്രമേ എനിക്ക് കൊങ്ക്രാറ്റുലേഷൻസ് പറയാതെ ഉള്ളൂ. ആണോ? ഇവിടെ നാട്ടിൽ വന്നേ പിന്നെയാ എനിക്ക് ഇങ്ങനെ ഒരു ക്രേസ്. അവിടെ ഞാൻ വെസ്റ്റേൺ മ്യൂസിക് ആണ് പഠിച്ചത്. കഴിഞ്ഞ 10 വർഷമായിട്ട് പഠിക്കാൻ ഞാൻ എന്നും വെളുപ്പിന് 4 മണിക്ക് എണീറ്റ് സാധകം ചെയ്യും. 10 years. साल तक प्रैक्टिस कर रही है इसमें. ऐसी बोल झूठ बोल रही है. How sweet you are. वो इसको प्यार हो रहा है इससे. പ്രകാശിന്റെ ചിക്കനും ഫ്രൈഡ് റൈസും अच्छा തിരക്കിടില്ല. प्रकाश है ना उसका नाम. ചേച്ചി തന്നെയാണോ ജനിച്ചതും വളർന്നതും? അല്ല, എനിക്കൊരു സംശയം. എന്താ കാര്യം? പെൺകുട്ടികളോട് സംസാരിക്കുമ്പോ നീ വേർക്കാറുണ്ടോ? അച്ഛൻ എന്നോട് ഒലിപ്പീര് തുടങ്ങി. അവൻ പറയാ how sweet you are എന്ന്. അല്ല നീ എന്തോ വലിയ തമാശ പറയാനുണ്ടോ പറഞ്ഞിട്ട്? ഇത് തന്നെ തമാശ. ഇതായിരുന്ന തമാശ. ഹി, ഹി, ഹി. കിടന്നുറങ്ങടാ. प्रोग्राम चल കൈകൾ रहा है. കുറച്ചുകൂടി प्रैक्टिस മേലോട്ട് कर रहे हैं. ഉയർത്തുക. എന്നിട്ട് മെല്ലെ മുന്നോട്ട് ചലിക്കുക. ദാ ഇങ്ങനെ. എന്റെ മക്കളെ എന്റെ सिखा रहा है वो आदमी. മകം പുരട്ടി മുലക്കണ്ണുകളിൽ ചെന്നിനായകം പുരട്ടി നിങ്ങളുടെ വരണ്ട बोल रहा है. നിങ്ങളുടെ വരണ്ട ചുണ്ടുകൾക്ക് നിങ്ങളുടെ ആ ആ തോൽവികളെ തോൽവികളേറ്റുവാങ്ങാനാണ് നിന്റെ ജന്മം. പെപ്സി കോള വലിക്കാനും കിട്ടിയില്ല. എത്ര നേരമായി പറഞ്ഞിട്ട് സാറിനെ പോലെ പ്രശസ്തനായ ഒരു നാടകൃത്തും സംവിധായകനും സത്യനന്ദിക്കാടിന്റെ പുതിയ പടത്തിന് സ്ക്രിപ്റ്റ് എഴുതുന്ന ചിക്കിലുണ്ടോ കയ്യിൽ 555? ഇന്നലെ തന്നെ തീർന്നോ? അത് ഇന്നലെ തന്നെ ടാക്സി കൊടുത്തില്ലേ? वर्ल्ड बैंक बोल रहा है इस लड़की को. अमीर लड़की होगी ना. ബജിയല്ല ബുജി, ബുദ്ധിജീവി. അയാൾക്ക് ഒരു ദിവസം 1500 രൂപ ചെലവാ. ഞങ്ങൾ നോക്കിയിട്ട് അത്രയൊന്നും പിരിഞ്ഞു കിട്ടുന്നില്ല.